Hi all. Last session നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോസ്റ്റ് ഷീറ്റിലെ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷന്റെ ബേസിസിൽ വരുന്ന എലമെന്റ്സ്, ദെൻ കോസ്റ്റ് ഷീറ്റിൽ വരുന്ന ഹെഡ്സ്, ദെൻ അതിന്റെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ സെഷൻ നമുക്ക് റിമൈനിങ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, the following data relates to manufacturer cost and its so and so for the month of April 2020. Particulars: raw materials amount, direct wages amount, a machine hours worked 10,000, machine hour rate per hour 8, administration overhead general 35,000, selling overhead per unit and units produced, unit sold, then selling price per unit 125. You are required to prepare a cost sheet in respect of the above, showing cost per unit and profit for the month. Okay, normal cost sheet. Particulars: total cost amount, then cost per unit. Okay. Cost per unit. Then first one, raw materials. So raw material consumed എന്നാണ് നമുക്ക് ഓപ്പണിംഗും ക്ലോസിംഗും raw material കുറിച്ച് പറയാത്തതുകൊണ്ട് സോ ഇതിനായിരിക്കും raw material, direct raw material അല്ലെങ്കിൽ raw materials. So raw materials എത്രയാണ്? 1,80,000. Direct wages, direct wages 90,000. So the direct expenses ഒന്നും തന്നെ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. സോ ഇതോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് 2,70,000. 2,70,000. Okay. Add. സോ പ്രൈം കോസ്റ്റ് നമ്മൾ എന്താണ്? ഫാക്ടറി ഓവർ ഹെഡ് ആണ്. സോ ഫാക്ടറി ഓവർ ഹെഡ്സ് ചെയ്യാനായിട്ട് എന്താണ് വന്നിരിക്കുന്നത്? ഡയറക്റ്റ് വേജ് കഴിഞ്ഞാൽ സോ മെഷീൻ അവേഴ്സ് വർക്ക്ഡ്, മെഷീൻ റേറ്റ്, മെഷീൻ അവർ റേറ്റ് പെർ അവർ. ഓക്കെ. സോ ഫാക്ടറി ഓവർ ഹെഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സോ ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് കണ്ടുപിടിക്കാൻ ആഡ് ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ്. സോ അതിനകത്ത് മെഷീൻസ് എത്രയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്? മെഷീൻ അവേഴ്സ് വർക്ക്ഡ് ഇൻ അവർ 10,000 അവേഴ്സ്, ഒരു മണിക്കൂറിന് 8 രൂപ വെച്ചാണ്. സോ ഫാക്ടറി ഓവർ ഹെഡ് എത്ര വരും? 10,000 into 8 എത്ര വരും? 80,000. ഓക്കെ. സോ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് ആണ്. ഇതിലൂടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്ത് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോർമലി എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. സോ ഇവിടെ വർക്കിംഗ് പ്രോഗ്രസിനെ കുറിച്ചൊന്നും അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. സോ നമുക്ക് ഈ ആഡ് ചെയ്ത് കിട്ടുന്ന എന്ത് തന്നെയായിരിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. Cost of production 3,50,000. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 4,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര? ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരും? 3,50,000 ഡിവൈഡഡ് ബൈ 4,000. 3,50,000 divided by 4,000 എത്രയായിട്ടും? 87.5. 87.5. Okay. Then factory overhead 4,000 ആണ്. 80,000 divided by 4,000 20. സോ ഇവിടെ അതേപോലെ പ്രൈം കോസ്റ്റ് 3,50,000 divided by 4,000. സോ എല്ലാം നമുക്ക് എല്ലാം എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡിന്റെ ബേസിസിൽ 2,70,000 divided by 4,000 എത്ര വരും? 67.5. 67.5. Then direct wages 90,000 divided by 4,000 22.5. 22.50. Then 1,80,000 divided by 4,000 45. So 45 22 67.5, then 20 87.5. Okay. Cost of production. Then ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സെല്ലിംഗ് ഓവർഹെഡ്, അഡ്മിനിസ്ട്രേറ്റീവ്. ഇവിടെ വരെ നമ്മൾ ചെയ്തു. ഇന്ന് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്ര? 4,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ബട്ട് സെയിൽ നടന്ന എത്രയാണ്? 3,600. ദാറ്റ് മീൻസ് റിമൈനിങ് 400 എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ഓപ്പണിങ്ങിനെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടില്ല. and the closing or cost of production നമുക്ക് എന്ത് ലെസ് ചെയ്യാം ലെസ് closing
ഫിനിഷ്ഡ് ഗുഡ്സ്. നമുക്ക് എത്രയാണ് 400 യൂണിറ്റ് ആണുള്ളത്. സോ ഒരു യൂണിറ്റിന് എത്രയാണ് 87.50 ആണ് വരുന്നത്. സോ 400 into 87.5 വരും 35,000. 35 35,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3,15,000. 3,15,000. So 3,15,000 ആണ് the cost of goods sold. Cost of goods sold. Okay. So 3,15,000 ആണ് 87.50 ആണ് cost per unit. Then ഇതിന്റെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നത്? ആഡ് general admin overhead. General administration overhead എത്രയാണ് വരുന്നത്? 35,000. 35,000 cost per unit എത്രയാണ്? So 35,000 divided by 3,600 because നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? 3,600 യൂണിറ്റ്സ് ആണ് സെയിൽ നടത്തുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, സോ ഇത് എത്രയാണ്? 9.72 കിട്ടും. റൗണ്ട് ആണ് 9.7222 എന്നാണ് കാൽക്കുലേറ്റർ കിട്ടുന്നത്. സോ ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? 35,000 divided by 3,600 because യൂണിറ്റ് സോൾഡ് എത്രയാണ്? 3,600 ആണ്. ഓക്കെ, സോ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു. ദെൻ ജനറൽ അഡ്മിൻ ഓവർഹെഡ് ആഡ് ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ജനറൽ. ഓക്കെ, സോ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ കഴിഞ്ഞു. Then unit sold, selling overhead. Okay, so ഇത് എടുത്തില്ലായിരുന്നു. selling overhead. So add general administration കഴിഞ്ഞിട്ട് add selling overhead. Okay, so unit per unit ആണ് വന്നിരിക്കുന്നത്. നമ്മൾ എത്ര യൂണിറ്റ് ആണ് സെയിൽ നടത്തിയിരിക്കുന്നത്? 3,600 into 5. Okay, so 3,600 into 5 എത്ര വരും? 18,000. Okay, 18,000. So you add എത്രയാണ്? per unit 5. Okay, so നമുക്ക് കിട്ടുന്നത് എന്താണ്? cost of sales. cost of sales. So എത്ര വരും cost of sales? 3,15,000 plus 35,000 plus 18,000, 3,68,000. 3,68,000. add ചെയ്യുമ്പോഴത്തേക്കും cost per unit 102.2. 102.22. then നമുക്ക് ഇതുകൊണ്ട് തീരുന്നില്ല. നമുക്ക് എന്താണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്കിപ്പം തന്നിരിക്കുന്ന കോസ്റ്റ് ഷീറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് പ്രോഫിറ്റ് ഫോർ ദ മന്ത്. ഓക്കെ, സോ പ്രോഫിറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എടുത്ത് തന്നിട്ടുണ്ട്. എന്താണ്? സെയിൽ തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 125. സോ എത്രയാണ് സെയിൽസ് നടത്തിയിരിക്കുന്നത്? 3,600 into 125. 3,600 into 125, 4,50,000. So 4,50,000 per unit 125. So ഇതെന്താണ്? 4,50,000 minus 3,68,000 നമുക്ക് കിട്ടും 82,000 ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, സോ പ്രോഫിറ്റ് 82,000 പെർ യൂണിറ്റ് പ്രോഫിറ്റ് എടുക്കുവാണെങ്കിൽ 82,000 ഡിവൈഡഡ് ബൈ 36, 3,600. സോ 22.7 സംതിങ് വരും. ഓക്കെ, സോ നമുക്ക് ചോദിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ആണ്. എത്രയാണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഫോർ ദ മന്ത് ഓഫ് ഏപ്രിൽ 2020 82,000. ഓക്കെ, ഇവിടെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡും യൂണിറ്റ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മുടെ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് എടുക്കണം. അതാണ് അതിനകത്തെ മേജർ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 60,000. സോ ഫസ്റ്റ് ജൂൺ 33. ദാറ്റ് മീൻസ് ഇതെന്തായിരിക്കും? ഓപ്പണിംഗ്, ഇത് ക്ലോസിംഗ് അല്ലേ? സോ ദെൻ റോ മെറ്റീരിയലിന്റെ ഉണ്ട്, വർക്കിംഗ് പ്രോഗ്രസിന്റെ ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഉണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് 2020 ജൂൺ 2020 തന്നിരിക്കുന്നു. വേജസ് പെയ്ഡ് തന്നിരിക്കുന്നു. ഫാക്ടറി ഓവർഹെഡ്സ് തന്നിരിക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ തന്നിരിക്കുന്നു. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് തന്നിരിക്കുന്നു. സെയിൽസ്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഗിവിംഗ് ഫോളോയിങ്.
സോ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് വേണം, പ്രൈം കോസ്റ്റ് വേണം, ഫാക്ടറി കോസ്റ്റ് വേണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഒരു പക്കാ കോഷീറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. കോഷീറ്റ്. സോ ഇവിടെ എന്ത് ചോദിച്ചിട്ടില്ല, കോസ്റ്റ് പെർ യൂണിറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. പർട്ടിക്കുലേഴ്സ്, കമ്പ്യൂട്ടേഷൻ. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. നമുക്ക് വർക്കിംഗ് നോട്ട്സും സെപ്പറേറ്റ് വരെ ഇവിടെ തന്നെ ചെറിയ കമ്പ്യൂട്ടേഷൻ ആണെങ്കിൽ ഇവിടെ തന്നെ ആൻസർ എഴുതാം. സോ ഒന്ന് കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വർക്കിംഗ് നോട്ടായിട്ട് താഴെ എഴുതി കാണിക്കാം. എമൗണ്ട് in rupees. Particulars. Okay. So നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് റോ മെറ്റീരിയൽസ്, ഓപ്പണിംഗ് റോ മെറ്റീരിയൽ, ആഡ് പർച്ചേസ്, ലെസ് ക്ലോസിംഗ് റോ മെറ്റീരിയൽ. നമുക്ക് എന്ത് കിട്ടണം? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. So opening stock of raw material എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന്? 60,000. ഓപ്പണിംഗ് 60,000. Then purchase of raw material 4,80,000. 4,80,000. Then less closing stock ആയിരുന്നു 50,000. എത്ര കിട്ടും? 4 lakhs. So closing raw material consumed 4,90,000. So first one നമ്മൾ raw material consumed over. So നമ്മൾ എക്സാം എടുക്കുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോഷീറ്റ് വെച്ച് കണ്ടുപിടിക്കുക, ചോദിച്ചിരിക്കുന്ന ഓർഡറും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ആയിട്ട് എഴുതി കാണിക്കുക, ഡബിൾ എച്ച്. Then raw material consumed plus add direct wages. Direct wages. Okay. So direct wages question തന്നിട്ടുണ്ടോ? So raw material ന്റെ part over wages paid എത്രയാണ്? 2,40,000. 2,40,000. ഈ വൺ ആണ് 2,40,000. Then direct expenses ഉണ്ടോ? ഒന്നുമില്ല. So ആഡ് ചെയ്യാൻ കിട്ടുന്ന എന്താണ്? Prime cost 7,30,000. Okay. So നമ്മുടെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? പ്രൈം കോസ്റ്റ് ഓവർ ദെൻ ഫാക്ടറി കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റിന്റെ കൂടെ എന്താണ്? ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുക. ആഡ് വർക്ക്സ് ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഫാക്ടറി ഓവർ ഹെഡ്സ്. സോ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും സോ ക്വസ്റ്റ്യൻ എടുത്ത് തന്നിട്ടുണ്ട്. വേജസ് പെയ്ഡ് നമ്മൾ കഴിഞ്ഞു. ഫാക്ടറി ഓവർ ഹെഡ്സ് എത്രയാണ്? 1 lakh. സോ ഫാക്ടറി ഓവർ ഹെഡ് 1 lakhs ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ്. സോ 8,30,000. 8,30,000. ഇതിന്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. ആഡ് opening work in progress less closing work in progress. Okay. So opening work in progress എത്രയാണ്? opening work in progress okay 12,000. closing work in progress 15,000. so 12,000 ആഡ് ചെയ്യാം. 15,000 ലെസ് ചെയ്യാം. that means in fact 3,000 ലെസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 8 lakhs അല്ലേ? സോ അവിടെ കുറത്തിൽ 3,000 ലെസ് ചെയ്യാം. 8,27,000 ആണ് എന്ത്? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ്. സോ അടുത്ത കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് ഫാക്ടറി കോസ്റ്റ് ആണ് 8,27,000. ദെൻ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും ദെൻ ജനറൽ അല്ലാത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഇവിടെ ഉണ്ടെങ്കിൽ സോ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ദെൻ അതേപോലെ ഒരു ഫാക്ടറി ഓവർഹെഡിന് ശേഷം ആഡ് ചെയ്യുക 50,000. സോ ഫാക്ടറി കോസ്റ്റ് കിട്ടി. ദെൻ ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ആഡ് അഡ്മിൻ ഓവർഹെഡ്. ജനറൽ ആയിരുന്നെങ്കിലോ ഇവിടെ ആഡ് ചെയ്യില്ല. ഇവിടെ എന്താണ്? ദാറ്റ് പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എത്രയാണ്? 50,000.
administration overhead 50,000. So 50,000 add ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 8,77,000. 8,77,000 cost of production. Cost of production. 8,77,000. Okay. So cost of production. In cost of goods sold it and in the opening finished goods add ചെയ്തിട്ട് closing finished goods less ചെയ്യണം. Okay. So 90,000, 1,10,000. Opening finished stock of finished goods less closing stock of finished goods. Opening എത്രയായിരുന്നു? 90,000 less closing 1,10,000. In fact 20,000 less നമുക്ക് എന്ത് കിട്ടും? 8,57,000. 8,57,000. ഇതെന്താണ്? Cost of goods sold. Cost of goods sold. Cost of goods sold. Okay. Cost of goods sold ന്റെ കൂടെ എന്ത് ചെയ്യാം? Selling and distribution overhead ആണ് ഇവിടെ തന്നിരിക്കുന്നത്. Selling and distribution overhead ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? Cost of sales. Okay. Selling and distribution overhead ആഡ് ചെയ്യുക. Cost of sales. Add selling and distribution overhead. So selling and distribution overhead എത്രയായിരുന്നു? 25,000. So ഈ 25,000 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cost of sales 8,82,000. Cost of sales. ഇതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാം? Add profit. നമുക്ക് എന്ത് കിട്ടും? Profit ആഡ് ചെയ്താലാണ് നമ്മുടെ യഥാർത്ഥ സെയിൽ പ്രൈസ്. സെയിൽസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിരിക്കുന്നു 10 lakh. സെയിൽസ് 10 lakh. സോ നമുക്ക് എന്താണ് 10 lakh നിന്ന് 8,82,000 കുറച്ച് റിവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. എത്രയാണ്? 1,18,000. ഓക്കെ. സോ പ്രോഫിറ്റ് 1,18,000 നമുക്ക് കണ്ടുപിടിക്കേണ്ട അല്ലേ? സോ നെറ്റ് പ്രോഫിറ്റ് ഇവിടെ ആയിരുന്നു 1,18,000. സോ ഓരോന്നും എക്സാമിന് ഓരോന്നും സെപ്പറേറ്റ് ഓരോ ഹെഡ് എടുത്ത് എഴുതുക. കിട്ടിയ ഫിഗർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. ഓക്കെ. Then next one, next problem. The book so and so present the following data for the month of April 2020. Direct labor cost 17,500 being 175% of works overhead. Cost of goods sold excluding administration expenses 56,000. 56,000. Okay. Find out the cost of material. ഒരു cost sheet എന്ന് പറയാം. Cost sheet. Particulars. Then amount rupees. So computation. So computation കൊടുക്കാം. then താഴെ working notes ആയിട്ട് കൊടുക്കാം. So നമുക്ക് ക്വസ്റ്റ്യനിൽ opening stock of raw material, add purchase of raw material less closing raw material. നമുക്ക് എന്ത് കിട്ടണം? So raw material 8,000, 10,600. Opening 8,000, 8,000. Closing 10,600. So purchases raw material purchase നമുക്ക് കണ്ടുപിടിക്കണം. So നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? raw materials consumed. raw material consumed നമുക്ക് ഇവിടെ ഒരു purchase of raw materials നമുക്കറിയില്ല. then add direct wages. direct wages എത്രയാണ്? 17,500. question given ആണ്. direct wages ആണ് 17,500. okay. So direct expense നെ കുറിച്ചൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വരും? പ്രൈം കോസ്റ്റ്. സോ ഇതിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റിന് ഇവിടെ ആഡ്. സോ വർക്ക്സ് ഓവർഹെഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഡയറക്റ്റ് ലേബർ ഡയറക്റ്റ് വേജ് എന്ന് പറയുന്നത് വർക്ക്സ് ഓവർഹെഡിന്റെ 175% ആണ്. ഓക്കെ. സോ 17,500 divided by 175%.
എത്ര കിട്ടും? ഫാക്ടറി ഓവർഹെഡ് എത്രയാണ്? 10,000. സോ പ്രൊഡക്ഷൻ ഓവർഹെഡ് 10,000. സോ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? പ്രൊഡക്ഷൻ ഓവർഹെഡിന്റെ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഓക്കെ, സോ ഇതിന്റെ കൂടെ ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ലെസ് closing work in progress. Okay. So add opening work in progress less closing work in progress. So very important. Opening work in progress on the question under 10,500, 14,000. Opening 10,500, closing 14,500, 10,500. So closing 14,500. Okay. ഒരു 4,000 ആണ് നമുക്ക് ലെസ് ചെയ്യേണ്ടത്. 4,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓപ്പോസിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നു. അതിനുശേഷം ഇതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് closing finished goods. So ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സും ക്വസ്റ്റ്യൻ ഗിവൺ ആണ് 17,600 19. സോ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 17,600 എത്രയാണ്? ലെസ് 1000. സോ 1,400 ലെസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 56,000. സോ 56,000. സോ ഇനി നമുക്ക് ഇവിടുന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് റിവേഴ്സ് വർക്ക് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും? ഇതിൽ നിന്ന് 1,400 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള റിവേഴ്സ് വർക്കിംഗ് 57,400. ദെൻ ഇതിൻ്റെ കൂടെ 4,000 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് 61,400. ഇതിൻ്റെ കൂടെ 10,000 ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? പ്രൈം കോസ്റ്റ് ആയിട്ടുള്ള 51,400. എപ്പോഴും നമ്മൾ കോസ്റ്റ് ഷീറ്റിലേക്ക് വരിക, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. റിവേഴ്സിൽ എഴുതിയൊന്നും ചെന്നിക്കരുത്. നമുക്ക് ഇത് ഒറിജിനൽ കോസ്റ്റ് ഷീറ്റ് ഫോമിൽ എഴുതുക. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഡയറക്ട്ലി ഗിവൺ ആയിട്ടുള്ളതും ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്ന ഇൻഫർമേഷൻ ദെൻ റിവേഴ്സ് വർക്ക് ചെയ്യുക. 51,400. സോ ഇതിൻ്റെ കൂടെ 17,500 ലെസ് ചെയ്താൽ 17,500 ലെസ് ചെയ്താൽ എത്ര കിട്ടും? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 51,400 മൈനസ് 17,500 33,900 ആണ് എന്ത്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. സോ ഇതിൽ നിന്ന് 10,600 ആഡ് ചെയ്താൽ, സോ 10,600 ആഡ് ചെയ്യാം. 33,100. സോ 10,600 ആഡ് ചെയ്യുക. എത്ര ലെസ് ചെയ്യുക? 8,000 ലെസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? 36,500 ആണ് നമ്മുടെ ക്ലോസിംഗ്. സോ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് കിട്ടും. ബാലൻസിങ് ഫിഗർ ആയിട്ട് 36,500. സോ നമുക്കറിയാം 8,000 10,600 33,900. സോ നമുക്ക് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരെ ഉള്ളത് നമ്മൾ റിവേഴ്സ് വർക്കിംഗിൽ തന്നിരിക്കുന്ന ആദ്യം എഴുതി. അതിനുശേഷം റിവേഴ്സ് വർക്കിംഗിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദെൻ ആഡ് ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? ആഡ് അഡ്മിൻ ഓവർഹെഡ് ജനറൽ. ഓക്കെ, സോ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ആഡ് ചെയ്യാം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് എത്രയാണ്? 2,500 ആഡ് ചെയ്യുക. 2,500. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ആഡ് സെല്ലിംഗ് എക്സ്പെൻസ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്സ് 3,500. കോസ്റ്റ് ഓഫ് സെയിൽസ്. വരും 6,000 6 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 62. ഇതിൻ്റെ കൂടെ ആഡ് പ്രോഫിറ്റ്. ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? സെയിൽസ്.
ആക്ച്വൽ നമ്മൾ സെയിൽ നടത്തിയ വാല്യൂ. എത്രയാണ് സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 75,000. 75,000. സോ ഇത്രയാണ് നമ്മുടെ റിവേഴ്സ് വർക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എത്രയാണ് ബാലൻസിങ് ഫിഗർ ആയിട്ട് വരും? 13,000. സോ പ്രോഫിറ്റ് 13,000. ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. മെറ്റീരിയൽ പർച്ചേസ് നമ്മൾ കണ്ടുപിടിച്ചു. പ്രിപ്പയർ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വേരിയസ് പ്രോഫിറ്റ് എയിം. സോ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാം. മെറ്റീരിയൽ പർച്ചേസ്ഡ് 36,500, പ്രോഫിറ്റ് 13,000. സോ ഇത്രയാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കുക, കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിലേക്ക് വരിക, അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡയറക്റ്റ് ചെയ്യുക, ദെൻ സ്റ്റെപ്പിൽ എഴുതാവുന്നത് കണ്ടുപിടിക്കുക, ദെൻ എല്ലാം എന്താണ് ബാലൻസിങ് ഫിഗർ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന റിമൈനിങ് പോർഷൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. ഓക്കെ, കോസ്റ്റ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. Opening inventories, raw material, work in progress, finished goods. So opening and closing in raw material purchased and GST paid on raw materials, ITC available. Okay, ITC available ആണെങ്കിൽ എന്താണെന്നുള്ളത്, wages paid to production workers, expenses paid for utilities, office and administration expenses paid, traveling and allowance paid to office staff, selling expense. Okay, so machine hours worked 21,600 hours, machine hour rate 8 per hour. Unit sold 1,60,000. Unit produced 1,94,000. Okay. So, ഇവിടെ ഫിനിഷ്ഡ് ഗുഡ്സ്, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. കോസ്റ്റ് ഷീറ്റ്, particulars, computation, amount, rupees. So cost sheet എടുക്കാം. Cost sheet. So ഇവിടെ per rate per hour കൂടെ per unit കൂടെ തന്നിരിക്കുന്നുണ്ട്. Particulars, amount in rupees, cost per unit rupees. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിരിക്കുന്ന. റോ മെറ്റീരിയൽസ്, ഓപ്പണിംഗ് റോ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്. സോ നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിനകത്ത് കുറെ കാര്യങ്ങൾ കാരിയേജ് ഇൻവേർഡ്, അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ GST പെയ്ഡ് റോ മെറ്റീരിയൽ പർച്ചേസ് ITC അവൈലബിൾ അല്ല എങ്കിൽ നമ്മൾ എന്തായിട്ട് കാണിക്കും? കോസ്റ്റ് ഓഫ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് കോസ്റ്റ്. സോ ഇവിടെ ITC എലിജിബിൾ അല്ലെങ്കിൽ ITC അവൈലബിൾ ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന 7,200 നമ്മൾ ഇത് ഇൻപുട്ട് ആയിട്ട് കാണിച്ചിട്ട് ഔട്ട്പുട്ട് സെയിൽ നടക്കുമ്പോഴുള്ളത് ലെസ് ചെയ്ത് ടാക്സ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ 7,200 എവിടെ വരത്തില്ല? കോസ്റ്റ് ഓഫ് പർച്ചേസിനകത്ത്, റോ മെറ്റീരിയൽ പർച്ചേസിനകത്ത് വരത്തില്ല. സോ നമുക്ക് നോക്കാം. ഓപ്പണിംഗ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ്, closing raw material. Okay. So opening raw material എത്രയായിരുന്നു? Opening raw material 12 lakhs, closing raw material 14 lakhs. Okay, 12 lakhs. Then purchases എത്രയായിരുന്നു? എന്ത് മാത്രമേ എടുക്കത്തുള്ളൂ? 1,44 lakhs. 1,44 lakhs. Less എത്രയാണ്? Closing raw material 14 lakhs. 14 lakhs. സോ നമുക്ക് എത്രയായിരിക്കും റോ മെറ്റീരിയൽ കൺസ്യൂംഡ്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്ര വരും? സോ ഒരു 2 lakhs കുറയും. 1,42 lakhs. 1,42 lakhs. Then add direct wages. So opening raw material ഈ അഡ്ജസ്റ്റ്മെന്റ് എടുത്തു, ക്ലോസിംഗ് ഇതെടുത്തു, ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. Then expenses paid for, wages paid to production workers 36,64,000 direct wages. 36,64,000. 36,64,000 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 crore 36,64,000
25,000. Okay. Then next one, so expenses paid for utilities. Okay. So then ഇത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ്, പ്രത്യേകിച്ച് നമുക്ക് നടത്തുന്ന എക്സ്പെൻസസ് ഫോർ യൂട്ടിലിറ്റീസ് നമുക്ക് എന്താണ് ആ ഒരു ഇത് വരുന്നത് മെറ്റീരിയലും ഡയറക്റ്റ് മെറ്റീരിയലും അല്ല, ഡയറക്റ്റ് ലേബറും അല്ല, എക്സ്പെൻസസ് ഫോർ യൂട്ടിലിറ്റീസ്. സോ നമുക്ക് എവിടെ ആഡ് ചെയ്യാം? ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ്? 1,45,600. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് എത്ര വരും? 1 crore 42 lakh plus 36 lakh 64,000 plus 1,45,600. 1 lakh 1 crore 80 lakh 9,600. So prime cost വരെയായി രജിസ്റ്റർ വർക്കേഴ്സ് എടുത്തു. then prime കോസ്റ്റിന്റെ കൂടെ മെഷീൻ അവേഴ്സ് വർക്കും റേറ്റ് പെർ അവർ നമ്മൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫാക്ടറി cost. Okay, factory overhead. Add factory overhead. Add factory overhead. So factory overhead and കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് തന്നിരിക്കുന്നു? 21,600 hours. ഒരു അവറിന് എത്രയാണ്? 8 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. into 8. 21,600 into 8. 1,72,800. 1,72,800. 1,72,800. Okay. So ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് 1 crore 80 lakh 9,600 ആഡ് ചെയ്യുമ്പോഴത്തേക്കും 1 crore 81 lakh 82,400. ഇതിൻ്റെ കൂടെ add opening work in progress less closing work in progress. Okay. So opening work in progress add ചെയ്യുക, closing work in progress less ചെയ്യുക. Opening work in progress add ചെയ്യുക, closing work 18 lakh 16 lakh 4,000. Opening work in progress ആയിട്ടുള്ള 18 lakhs add ചെയ്യുക less 16 lakhs 4,000. 40,000 അല്ല 4,000. സോ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഫാക്ടറി കോസ്റ്റ്. സോ 18 lakh minus 16 lakh 4,000. 18 lakh 1 crore 83 lakh 78,400. Then നമുക്ക് നോക്കിയറിയാം ഓപ്പണിംഗ് ഇതിൻ്റെ കൂടെ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് നോക്കാം. യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എത്രയാണ്? 1,94,000. യൂണിറ്റ് സോൾഡ് 1,60,000. സോ നോക്കാം ഓപ്പണിംഗ് എത്രയായിരുന്നു? ഓപ്പണിംഗ് 10,000 യൂണിറ്റ്സ്. സോ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 1,94,000. അതിൽ നിന്ന് 1,60,000 ലെസ് ചെയ്താൽ എത്രയായിരിക്കും ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നത്? 44,000 യൂണിറ്റ്സ്. സോ 44,000 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗിൽ വരുന്നത്. 44,000 യൂണിറ്റ്സ്. സോ യൂണിറ്റ് ആണ് നമുക്കറിയാവുന്നത്. ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്ര യൂണിറ്റ് ആണ്? ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്കുള്ളത് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000 യൂണിറ്റ്സ് അല്ലെങ്കിൽ 9,60,000 എന്ന് പറഞ്ഞിരിക്കുന്നു. 9,60,000 ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ഓക്കെ. സോ ഫിനിഷ്ഡ് ഗുഡ്സ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് യൂണിറ്റ് നമുക്കറിയാം 44,000 യൂണിറ്റ്. ഇതിൻ്റെ കൂടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. ഓക്കെ. നമ്മുടെ പ്രൊഡക്ഷൻ എത്രയാണ്? 1,94,000 ആണ്. 1,94,000. ഓക്കെ. സോ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് പ്രൈം കോസ്റ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പുറത്ത് അറിയാനായിട്ട് പ്രൈം കോസ്റ്റിൻ്റെ പുറത്ത്
1 lakh നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 1,94,000. സോ 1,80,000 lakhs 9,600. നമുക്ക് ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം 1,94,000 ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും 92.83. സോ ഇൻ ബിറ്റ്വീൻ എടുത്തിരിക്കുകയാണ് ഓരോന്നിനെയും കണ്ടുപിടിച്ചാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനു വരും 92.83 തന്നെ വരും. ദെൻ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്. സോ എത്രയാണ് 1,72,800 ഡിവൈഡഡ് ബൈ 1,94,000 കിട്ടും 0.89 സംതിങ് എടുക്കാം. ഫാക്ടറി ഓവർ ഹെഡ് 0.89. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഫാക്ടറി കോസ്റ്റ് എത്ര യൂണിറ്റ്സിനാണ് 1,94,000 യൂണിറ്റ്സിനാണ് 1,83,78,400 ഡിവൈഡ് ബൈ 1,94,000. So 94.73 വരും 94 ഫാക്ടറി കോസ്റ്റ് 94.73. ഓക്കെ സോ ഈ 94.73 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക കോസ്റ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് 44,000 into 94.73 കിട്ടും 41,68,120. ലസീമത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 1,83,78,400 പ്ലസ് 9,60,000 മൈനസ് 41,68,120. 1,51,70,280. സോ ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് വർഷം നമുക്ക് കിട്ടുന്ന എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇതിൻ്റെ കൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക ആഡ് അഡ്മിൻ ഓവർ ഹെഡ് ആഡ് സെല്ലിംഗ് ഓവർ ഹെഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് വല്ലതും ഉണ്ടോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് പെയ്ഡ്. സോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്ത് 27. സോ രണ്ടുകൂടെ ആഡ് ചെയ്യാം സെപ്പറേറ്റ് രണ്ടും കാണിച്ചാലും കുഴപ്പമില്ല. സോ നമുക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ എന്ന രീതിയിൽ 26,52,000 പ്ലസ് 1,21,000 27,73,000 27,73,000. സോ ഇതിലൂടെ എന്തുകൂടെ ആഡ് ചെയ്യുക സെല്ലിംഗ് ഓവർ ഹെഡ്. സെല്ലിംഗ് ഓവർ ഹെഡ് എത്രയാണ് സെല്ലിംഗ് എക്സ്പെൻസസ് 6,46,000. 6,46,000. സോ ഇതിലൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം കോസ്റ്റ് ഓഫ് സെയിൽസ്. കോസ്റ്റ് ഓഫ് സെയിൽസ്. സോ കോസ്റ്റ് ഓഫ് സെയിൽസ് 1,85,89,280. 89,280. ആഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റോട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം ഡിസൈഡ് പ്രോഫിറ്റ് 15% on sales. നമുക്ക് നോക്കാം 94.7 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആ ഫിഗർ നോക്കാം 1,51,70,280 divided by K. So ഇവിടെ എത്ര വരും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് 1,51,70,280. എത്ര ഗുഡ്സ് ആണ് സെയിൽ ചെയ്യുന്നത് 1,60,000 ഡിവൈഡഡ് ബൈ 1,60,000 1,51,70,220 divided by 1,60,000. So 1,51,70,220 divided by 1,60,000. അല്ല എത്രയും ഗുഡ്സ് അല്ലേ സെയിൽ ആണ്. സോ എത്ര വരും 94.81. 94.81. So administration overhead 27,73,000 divided by 1,60,000 വരുമ്പോഴത്തേക്കും 17.33. Then 6,46,000 divided by 1,60,000 4.04. So add here 94.81
plus 17.33 plus 4.04. Become 116.18. ഇവിടെ പ്രോഫിറ്റോട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെടുക്കുന്നത് സെയിൽസ് കിട്ടുന്നത്. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ പെർസെൻറ്റേജ് അല്ല തന്നിരിക്കുന്നത്, സെയിൽസിന്റെ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വരുന്നത്, നമ്മുടെ സെയിൽസ് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ, 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്രയാണ്? പ്രോഫിറ്റ് 15% ആണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? 85% ആണ്. ഓക്കെ, സോ ഇവിടെ 85% ആണ് എന്ത് വന്നിരിക്കുന്നത്? 116.18. സോ 100% എങ്ങനെ കണ്ടുപിടിക്കാം? 116.18 ഡിവൈഡഡ് ബൈ 85 into 100. Okay, so 116.18 divided by 85% എന്നായി പറയാം. ഇത്ര വരും. സെയിൽസ് എന്ന് പറയുന്നത് 136.68 എന്ന് വരും. 136.68. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ എത്ര വരും? 20.50. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? 1,85,89,280 divided by 116.18 into 136.68. So try to 2 crores 18,69,000. So 1 crore 85 lakhs 89,280 divided by 116.18. 1 crore 85 lakh 89,280 divided by 116.18 into 136.68. So that 2 crore 18 lakh 69,364. So the difference I give the profit to another 185 89 280. Another 32 lakh 80,000 32 lakh 80,000. So the balancing activity profit. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇത്രയും വരെ കണ്ടുപിടിച്ച് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട്, സോ സെയിൽസ് 100 ആണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? ഇവിടെ 15%. അതിനകത്ത് 100-ന് 15%, 15 ആയതുകൊണ്ട് 85% ആയിട്ട് ഇതെടുത്തു. അത് വെച്ചിട്ട് 100% എത്രയാണെന്ന് കണ്ടുപിടിച്ചു. ദെൻ അത് വെച്ചിട്ട് റിമൈനിങ് എന്താണ്? പ്രോഫിറ്റ് എലമെന്റ് ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, the next one. A limited has capacity to produce 1 lakh units of a product every month. It works a varying level of production, 10% level, 20, 30, 40, 50, 60, 70, 80, 90 and 100%. Its fixed administration expense amounts to rupees 1,50,000 and fixed marketing expense amounts to rupees 2,50,000 per month respectively. The variable distribution cost amounts to rupees 30 per unit. It can sell 100% of its output at rupees 500 per unit provided it incurs the following expenditure. It gives items of costing rupees 30 per unit of sale. It has lucky draw every month. Price 50,000, second price 25,000 and third price and so on. So consolidation rate 5,000 each to customers buying the product. It is spent rupees 1 lakh on refreshment saved every month to its customers. It sponsors a television program every week at a cost of 2 lakh per month. It can market 30% of its output at 550 per unit without incurring any of the expenses mentioned above. Okay, prepare cost sheet for the monthly. So profit 30%, cost and profit at 30% and 100% capacity level. Okay, so nallൊരു question ആണ്. So നമുക്ക് നോക്കാം cost sheet. നമുക്ക് രണ്ട് കപ്പാസിറ്റിയിൽ വരുന്നുണ്ട്. Particulates 100% capacity, 30% capacity. So capacity to produce 1 lakh units ആണ് production. 30% ആണെങ്കിൽ 100% ആണെങ്കിൽ 1 lakh units
പ്രൊഡ്യൂസ് ചെയ്യും 1 lakh യൂണിറ്റ്സ്. ഇവിടെ ആണെങ്കിൽ 30% 30,000. എമൗണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ്, ഇവിടെ എമൗണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ്. നമുക്ക് എന്താ ഡയറക്റ്റ് വന്നിരിക്കുന്നത്? വർക്ക്സ് കോസ്റ്റ്. വർക്ക്സ് കോസ്റ്റ് വന്നിരിക്കുന്നു 100% ആണെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എത്രയാണ്? 310 per unit. Okay, so എത്ര വരും? 310 into 310 per unit. So എത്രയാണ്? 1 lakh വരുന്നുണ്ട്. So എത്ര വരും? 3 crores 10 lakhs. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 30% ആണെങ്കിൽ 380. 380 into 30,000. 380 into 30,000. 11,40,000. 11,40,000. Then add fixed administration overhead. 1,000 fixed ആണ്. Add fixed admin overhead. So എത്രയാണത്? 1,50,000. രണ്ട് കേസിലും 1,50,000. ഇവിടെ 1.5 വരത്തുള്ളൂ. ഇവിടെ 1,50,000 കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര ആയിരിക്കും? 30,000 ആൻഡ് 5 വരും. 5.00. ദെൻ പിന്നെന്താണുള്ളത്? fixed administration overheads, fixed marketing expenses amount to monthly respective variable distribution cost of the these items. Okay, so we now call fixed marketing expenses from 2,50,000 each. 2,50,000. 2,50,000. ഇവിടെ എത്ര വരത്തുള്ളൂ? 2.50 per unit. ഇവിടെ 2,50,000 divided by 30 എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 8.33 per unit. Add variable distribution cost. Okay. So variable distribution cost amount to 30 per unit ആണ്. 30 per unit. Okay. So ഇവിടെ എത്രയാണ്? 30 നമുക്ക് കൊടുക്കാം. ഇവിടെ എത്രയാണ്? 1 lakh ആണ് നമുക്ക് വരുന്നത്. So ഇവിടെ എത്ര വരും? 30 lakh. 1 lakh into 30 lakh. ഇവിടെ 30 per unit 30,000 ആണ്. So എത്ര വരും? 9 lakhs. Okay, then add നോക്കുക. അതിനകത്ത് ഇത്രയും ഐറ്റംസ് ഈ 1 to 4 ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? 100% കപ്പാസിറ്റിയിൽ മാത്രമേ വരുന്നുള്ളൂ. സോ എന്തൊക്കെയാണ് ആഡ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് എന്തൊക്കെയാണ്? ഗിഫ്റ്റ് 30 lakhs. Then customer lucky draw every month 550, 25, 10 and 5. Okay. So എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 75, 85, 1 lakh എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും. Then price 50,000 plus 25,000 plus 10,000 plus 15,000 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും എത്ര വരുന്നുണ്ട്? 1 lakh. So നമുക്ക്
എന്താ പറയാ customer per unit 1 ഇവിടെ ഇതൊന്നും ഇതിനകത്ത് എന്താണ് applicable അല്ല. Then next one, it is spent 1 lakh on refreshment served to every month to its customers. So again, the refreshment is 1 lakhs. So per unit 1 lakh unit and produce another 1 will. Okay. Then television. Television program cost another 20 lakhs per month. This month 100%. So 20 per unit. So total cost. So total cost and this total cost. So first one 3 crores 10 lakhs plus 1 lakh 50,000 plus 2 lakh 50,000 plus 30 lakhs, then again 30 lakhs plus 1 lakh plus 1 lakh 3 crores 10 lakh plus 1 lakh 50,000 plus 2 lakh 50,000 plus 30 lakhs plus 30 lakhs plus 1 lakh plus 1 lakh plus 20 lakhs. 3 crores 96 lakhs. 3 crore 96 lakhs. Third 396 which. So per annum 11 lakh 40,000 plus 1 lakh plus 2 lakh 9 lakh. Third, so 1 crore 14 lakhs. 1 crore 14 lakhs. So total 1 crore 27 lakhs. So 1 crore 27 lakhs divided by per unit 423.33. So in Sadhya, question can market 50% of its can market 30% of it. It's out at rupees without incurring. So sales question on the value 500. Sorry. 500 per unit, 100% ആണെങ്കിൽ 500 ആണ്. So 500 ആണെങ്കിൽ 1000 വരുമ്പോഴത്തേക്കും വരും 5 crores. So ഡിഫറൻസ് എത്രയാണ് പ്രോഫിറ്റ് വരുന്നത്? പ്രോഫിറ്റ് 1 crore 4 lakhs. So 104. നേരെ മറിച്ച് 30% കപ്പാസിറ്റി ആണെങ്കിൽ എത്രയാണ്? 550 ആണ്. So 550 into 30,000 1 crore 65 lakhs. So difference വരുന്നത് 38 lakhs. 126.67. So ഇത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്. സോ രണ്ട് ലെവൽ ഓഫ് കപ്പാസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നു 30%, 100%. സോ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് റീഡ് ചെയ്യുക, ഓരോന്നും എവിടെ വരുമെന്ന് കറക്റ്റായിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് വരിക. കപ്പാസിറ്റി ബേസിസിലാണ്. Then next one, A limited so and so given raw material purchased, GST paid on above purchase, eligible for input tax credit. Okay, so given on freight inward, wages paid for factory workers, contribution towards employees PF and ESIS, production bonus paid to factory workers, royalty paid for production, amount paid for power and fuel, amount paid for purchase of molds and patents. Life is equivalent to 2 years of production. Then job charges paid to job workers, stores and spares consumed, depreciation and so and so. Salary paid to supervisors, repairs and maintenance paid for plant and machinery, sales office building, vehicle used by directors. Okay. Then insurance premium paid for plant and machinery, factory building,
stock of raw material and work in progress, expenses paid for quality control check activities, salary paid to quality control staff, research and development paid for improvement in production process. So expenses paid for pollution control and engineering maintenance, expenses paid for administration of factory work, salary paid for functional managers, production control managers, okay, production control, finance and accounts, sales and marketing, total salary paid to general manager, packing cost for primary, then for distribution of finished goods and secondary, interest and financial charges, then prepaid to auditors, prepaid to legal advisors, prepaid to independent directors, performance bonus, sales staff. So opening stock in the raw material, finished work in progress, finished goods, then closing in the raw material, amount released by selling scrap and waste generated during manufacturing process or 86,000. നമ്മുടെ കംപ്ലീറ്റ് കോഷീറ്റ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കംപ്ലീറ്റ് കോഷീറ്റിനെ കുറിച്ച് നോളജ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റൻ ആണ് കോഷീറ്റ്. particulars amount particulars amount in rupees. So നമുക്ക് ഫസ്റ്റ് എന്താണ് raw material consumed വേണം. raw material consumed എന്താണ് വേണ്ടത്? opening stock of raw material, add raw material purchased less closing raw material. Okay. So opening raw material at 1,80,000, 1,80,000. Then closing raw material at raw material 9,60,000. Right. So let's see another 9,60,000. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പർച്ചേസ് ചെയ്തിരിക്കുന്നതിനകത്ത് പർച്ചേസ് റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. സോ നമുക്ക് റോ മെറ്റീരിയൽ പർച്ചേസ് എത്രയാണ്? 10 crores ആണ്. ഈ 1,80,000 വരും. സോ എലിജിബിൾ ഫോർ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് എന്താണ്? നമ്മൾ ഓപ്പൺ ഇൻപുട്ട് ആയിട്ട് എടുക്കും, ദെൻ ക്ലോസിംഗ് നെറ്റ് നമ്മൾ GST പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ റോ മെറ്റീരിയൽ എത്ര വരത്തുള്ളൂ? 10 crores. സോ രണ്ടും ഓവർ. ദെൻ ഇതിനകത്ത് എന്ത് വരും? ഇത് വരത്തില്ല. റോ മെറ്റീരിയൽ എന്ത് വരും? ഫ്രൈറ്റ് ഇൻവേർഡ് ആയിട്ടുള്ള 11,20,000 വരും. സോ വരും 10 crore 11,20,600. So 10 crores 11,20,600. Raw material consumed. Raw material consumed. Raw material consumed എത്ര വരും? ഒരു ഔട്ടർ കോളം കൂടി ഇട്ടേക്കാം. Amount rupees 1,80,000 plus 10 crore 11,220,600 minus 9,60,000. The 18 lakhs next one. ഇന്നലെ നമുക്ക് തരത്തുള്ളൂ 38,200 വരത്തുള്ളൂ. സോ ഇവിടെ കൊടുക്കാം 18 lakhs. So 18 lakhs plus 10 crore 11,20,600 minus 9,60,000. Right on. 10 crores 19 lakh
60,600 add direct wages. Okay. So direct wages. So this over the annual adjustment. So factory wages paid to factory workers varum. Then production ESI adu varum 3,60,000. Then 2,90,000. Production bonus paid to factory workers. So ഇത്രയും എന്തിനകത്ത് വരും direct wages നകത്ത് വരും direct labor അല്ലെങ്കിൽ direct wages നകത്ത് വരും. Okay, so direct wages 29,20,000 wages in there. Then contribution made to PF and ESIS direct that over 3,60,000. Then bonus to factory workers. Bonus paid to factory workers 2,90,000. So total 35,70,000. 35,70,000. Then 35,70,000 direct expenses. Then add direct expenses. So direct expenses on the video. Royalty paid for production. So amount paid for power and fuel, amount paid for purchase of modes equivalent to 2 years production. So നമുക്ക് എന്താണ് പകുതി എടുക്കാം 4,48,000. Then job charges to workers. So ഇത്രയും job charges paid to job workers. So ഇതൊക്കെ വരും royalty paid royalty 1,72,600 1,72,600. Then 4,62,000. Then 8,96,000 in the pagadi 2 years live on the 4,48,000. Then 4,62,000. Then pagadi to 4,48,000. Then 8,12,000 royalty. The fuel and power amount cost amortize ചെയ്യുമ്പോഴത്തേക്കും 4,48,000. Then job worker job charges to job worker total എത്ര വരും 18,94,600. So adding നമുക്ക് എന്ത് കിട്ടണം prime cost. So adding 10 crore 74,25,200. So now 10 crore 74,25,200. Then next one work salary factory overheads. So stores adu varum. Then depreciation factory building adu varum. Then plant and machinery varum 1,26,000. Then repairs plant and machinery 48 varum. 31,200 varum. Factory building 1,800 varum. Then 36 varum. Salary paid to supervisors 1,26,000. Then expenses paid for administration factory 26,600. So factory overhead number ഇതൊക്കെയാണ്
1,12,000 stores into the. Then depreciation, factory, building 84,000. Then depreciation, plant and machinery 1,26,000. Then repairs, plant and machinery 48,000. Then insurance premium, plant and machinery 31,200. Then insurance, factory building 18,100. Then insurance premium, raw material and work in progress 36,000. Salary to supervisors 1,26,000. Expense to the pollution control and engineering maintenance also 26,600. So ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് 6,07,900. സോ ഇത് കിട്ടുന്നത് എന്താണ്? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 10,80,33,100. സോ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്യുക. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക. ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ചെയ്യുക. ഇതാണ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 9,20,000. ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഉള്ള 8,70,000 ലെസ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് 10,83,100. The next one. So in the add in remaining ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റിംഗ് അണ്ടറിൽ രണ്ട് കാര്യങ്ങൾ വരുന്നത് എക്സ്പെൻസസ് പെയ്ഡ് ഫോർ എക്സ്പെൻസസ് 19,600. Salary paid to quality control staff 96,200. Total 1,15,800. Then research and development and expenses were another 18,200. Administration cost related with production related administration cost. Expense paid to production, expense paid to administration of factory, 1,18,600. Then salary to production managers 9,60,000. So add in 10,78,600. So ഇവിടെയാണ് നമുക്ക് എന്ത് നമ്മുടെ തിയറിയിൽ പറഞ്ഞതുപോലെ എന്ത് വരും? ഒരു വേസ്റ്റ് വരുന്നുണ്ട്, എമൗണ്ട് റിലീസ് ചെയ്തു, വേസ്റ്റിൽ നിന്ന് എമൗണ്ട് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അത് ലെസ് ചെയ്യാം. ലെസ് എമൗണ്ട് സ്ക്രാപ്പിൽ നിന്ന് റിലീസ് ചെയ്തത് ലെസ് ആണത് 86,000. Then add primary packing. So primary packing ഇതാണ്. ഇവിടെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മുമ്പാണ് വരുന്നത്. വരുന്നത് 96,000.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വരും? 10,93,05,700. Then എന്നോട് എന്ത് ചെയ്യാം? ആഡ് ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ്. സോ എത്രയാണത്? 11 lakh ഓപ്പണിംഗ്, ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് 18 lakhs. So എന്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 10 crore 86 lakhs 5,700. Then add admin overhead, general ആയിട്ടുള്ള administration overhead, depreciation to office building 56,000. repairs, director യൂസ് ചെയ്യുന്ന വെഹിക്കിളിനുള്ള റിപ്പയർ 19,600. then salary to manager finance accounts 9,18,000. then salary to general manager 12,56,000. fee paid to auditors 1,80,000. then legal advisor fee കൊടുത്തിരിക്കുന്നത് 1,20,000. then last one fee paid to independent directors 2,20,000. so total ചെയ്യുമ്പോഴത്തേക്കും 27,69,600. selling overheads, repairs and maintenance to sales office building. Okay. Sales building 18,000. then salary paid to manager sales marketing 10,12,000. bonus sales staff എന്നുള്ള bonus 1,80,000. so total 12,10,000. then add distribution overhead, depreciation to delivery vehicles 86,000. secondary packing secondary packing 1,12,000. total 1,98,000. then interest and finance charges separate ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. interest and finance charges 7,20,000. so add ചെയ്യാം cost of sales. so ഇവിടെ ആഡ് എടുക്കുക 10 crore അതുകൊണ്ട് ബാക്കി ആഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 11 crore 35,03,300. so ഇതിനകത്ത് കംപ്ലീറ്റ് കോഷീറ്റിന്റെ എല്ലാ എലിമെന്റ്സും കവർ ചെയ്യുന്ന ഇതാണ്. ഒന്ന് ശ്രദ്ധിക്കുക, ഓരോന്നും അതാത് ഹെഡിൽ നമ്മൾ എഴുതാനാണ് മാർക്ക് വരുന്നത്. സോ ഇത്രയാണ് നമ്മുടെ കോഷീറ്റ്. സോ ലാസ്റ്റ് കോഷീറ്റ് എൻറ്റയർ നമ്മുടെ പഠിച്ച എല്ലാം തന്നെ ഏതൊക്കെ പൊസിഷനിൽ വരും എന്ന് വരുന്നു, ഇൻക്ലൂഡിങ് സ്ക്രാപ്പ് സെയിൽ വരെ അവസാനം ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് തന്നിരിക്കുന്നു. സോ ഇത്രയാണ് നമ്മുടെ കോഷീറ്റിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.